വിവാദങ്ങൾക്കും സസ്പെൻസുകൾക്കും ഒടുവിൽ പാലക്കാട് വിധി നിർണയത്തിന് ഇനി ഒരു നാളത്തെ കാത്തിരിപ്പ് മാത്രം. നിശബ്ദ പ്രചാരണത്തിന് ശേഷം നാളെ പാലക്കാടൻ ജനത പോളിംഗ് ബൂത്തിലെത്തും. പരസ്യപ്രചാരണം അവസാനിച്ചതോടെ മുന്നണികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പ്രധാനപ്പെട്ട വ്യക്തികളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാകും ഇന്ന് സ്ഥാനാർത്ഥികൾ. കെ സ്റ്റെഫിൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് എല്ലാവരെയും നേരിട്ട് ഒന്നുകൂടി കാണുക, അവരോട് വോട്ട് അഭ്യർത്ഥിക്കുക തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്ഥാനാർത്ഥികളൊക്കെ. പാലക്കാട്ടത്തെ ഇന്നത്തെ വിശേഷം എങ്ങനെ പോകുന്നു? മൂത്തി, നിശബ്ദ പ്രചാരണമാണ്. പക്ഷെ പാലക്കാടിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് മനസ്സ് ഏതായാലും അത്ര നിശബ്ദമാകാനുള്ള സാധ്യതയില്ല. കാരണം നമ്മൾ അത്രയധികം വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ആദ്യം മുതൽ തന്നെ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏതായാലും പരസ്യമായി ഉള്ള പ്രചാരണം, അത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിലും സ്ഥാനാർത്ഥികൾ തിരക്കിട്ട ഓട്ടത്തിൽ തന്നെ ആയിരിക്കും. ഓരോ വോട്ടും ഉറപ്പിക്കേണ്ടതുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഓരോ വ്യക്തികളെയും പോയി കാണേണ്ടതുണ്ട്. അങ്ങനെ അവരുടെ പാർട്ടി പോക്കറ്റുകളിൽ അല്ലെങ്കിൽ മുന്നണിക്ക് സ്വാധീനമുള്ള മേഖലകളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇന്ന് നിശബ്ദ പ്രചാരണ ദിവസത്തിൽ വോട്ടഭ്യർത്ഥനയുമായി സ്ഥാനാർത്ഥികൾ നീങ്ങുക. ഏതായാലും എല്ലാ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. 184 ബൂത്തുകളാണ് ഈ മണ്ഡലത്തിലാകെ ഉള്ളത്. അതിൽ 4 എണ്ണം താൽക്കാലിക ബൂത്ത്. 1500 പേരിൽ കൂടുതൽ വോട്ടർമാരുള്ള ബൂത്തുകളിൽ താൽക്കാലിക ബൂത്തുകൾ അനുവദിച്ചിട്ടുണ്ട്. അത്തരത്തിൽ 4 ബൂത്തുകളുണ്ട്. ഏതാണ്ട് 1,94,000 വോട്ടർമാരാണ് ആകെ ഉള്ളത്. അതിൽ 1,00,000-ന് മുകളിൽ സ്ത്രീ വോട്ടർമാരാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും അങ്ങനെ സജീവമായി നിന്ന ഒരു 1.5 മാസം അതിനുശേഷം നാളെ എന്തായാലും പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് ഏതായാലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തിരക്കിട്ട ഓട്ടത്തിൽ തന്നെ ആയിരിക്കും.